അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 14ാമത്തെ ചോദ്യമാണ്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ വായിക്കുകയാണെങ്കിൽ ഫൈൻഡ് ടു പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് ആൻഡ് വൈ സച്ച് ദാറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 ആൻഡ് എക്സ് വൈ ക്യൂബ് ഈസ് മാക്സിമം. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ഫൈൻഡ് ടു പോസിറ്റീവ് നമ്പേഴ്സ്, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സായിട്ടുള്ള എക്സും വൈയുമാണ് നമുക്ക് വേണ്ടത്. അവിടെ കണ്ടീഷൻ ഇങ്ങനെയാണ്. ഒന്നാമത്തെ കണ്ടീഷൻ എക്സ് പ്ലസ് വൈ 60 ആയിരിക്കും വേണം. അതുപോലെ എക്സ് ഇൻറ്റു വൈ ക്യൂബ്, അതായത് ആദ്യത്തെ നമ്പറിനെ രണ്ടാമത്തെ നമ്പറിൻ്റെ ക്യൂബ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഖ്യ തന്നെ കിട്ടണം. ഇത് രണ്ടും പോസിബിളായിട്ടുള്ള എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുക നമ്മുടെ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമ ചെയ്ത അതേ അപ്രോച്ചിലാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? തന്നിരിക്കുന്ന കണ്ടീഷൻ, ഒന്നാമത്തെ കണ്ടീഷൻ ഇങ്ങനെയാണ്: എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 ആണ്, അവിടെ എഴുതി. അതുപോലെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? എക്സ് ഇൻറ്റു വൈ ക്യൂബ്, അതായത് എക്സിൻ്റെയും രണ്ടാമത്തെ സംഖ്യയുടെ ക്യൂബിൻ്റെയും പ്രോഡക്റ്റ് മാക്സിമം ആകണമെന്നാണ് പറഞ്ഞേക്കുക. പ്രോഡക്റ്റ് ആയതുകൊണ്ട് ആ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്തു? പി എന്നെടുക്കുകയാണെങ്കിൽ, പ്രോഡക്റ്റ് ആയതുകൊണ്ട് പി ഈക്വൽ ടു എക്സ് വൈ ക്യൂബ് എന്നെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ത് ചെയ്യുക? ഇവിടെ നമ്മൾ ഈ ഒരു എക്സിന് പകരം ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും ഇവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ എന്താണ്? ഈ വൈ അപ്പുറം വെച്ച് കഴിഞ്ഞാൽ മൈനസ് വൈ എന്നാവും. അപ്പോൾ അത് 60 മൈനസ് വൈ എന്നായി. ആ എക്സിൻ്റെ വാല്യൂ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ പി ഈക്വൽ ടു എക്സിന് പകരം നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ നിന്നും എടുത്ത 60 മൈനസ് വൈ എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു. അപ്പോൾ ഇൻറ്റു വൈ ക്യൂബ്. അതുപോലെ ഇനി എന്ത് ചെയ്യുക? ഈ ഒരു വൈ ക്യൂബ് കൊണ്ട് ഈ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ 60 ഇൻറ്റു വൈ ക്യൂബ്, 60 വൈ ക്യൂബ്, നടക്കുള്ള മൈനസ്. അതുപോലെ വൈ ഇൻറ്റു വൈ ക്യൂബ് വൈ റേസ് ടു 4 ആണ്. സോ അത്ര എഴുതി വെച്ചു. ഇനി എന്ത് ചെയ്യുക? നമുക്കിവിടെ പി എന്ന് പറയുന്ന ഫംഗ്ഷൻ കിട്ടി. ഇനി നമ്മളൊരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്നത് എന്താണ്? ആദ്യമേ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കും. ഇവിടെ നോക്കുകയാണെങ്കിൽ പിയുടെ ഡെറിവേറ്റീവ് വേണം. ഇവിടെ റൈറ്റ് സൈഡിലുള്ള ടേമുകൾ വൈയിലാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സപ്പോസ് അവിടെ എക്സ് ആണെങ്കിൽ എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ഇപ്പോൾ അവിടെ എന്താണ്? വൈ ആയതുകൊണ്ട് ഈ കിട്ടിയ പിയെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ പിയുടെ ഡെറിവേറ്റീവാണ് ഡി പി ബൈ ഡി വൈ. ഇനി റൈറ്റ് സൈഡിൽ 60 ഇൻറ്റു വൈ ക്യൂബാണ്. അപ്പോൾ 60 ഇൻറ്റു വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3 വൈ സ്ക്വയർ ആണ്. ആ 3ഉം 60 ഗുണിച്ച് കഴിഞ്ഞാൽ 180, ബാക്കി വൈ സ്ക്വയർ എന്ന് വരും. ലാസ്റ്റുള്ള വൈ റേസ് ടു 4ൻ്റെ ഡെറിവേറ്റീവ് 4 വൈ ക്യൂബാണ്. അപ്പം ഡെറിവേറ്റീവ് ആയി കഴിഞ്ഞാൽ നമ്മൾ ലോക്കൽ മാക്സിമ ലോക്കൽ മിനിമൽ എന്താ ചെയ്യുക? അടുത്തായിട്ട് ഇതിനെ 0യുമായിട്ട് ഈക്വേറ്റ് ചെയ്യുന്നു. സോ എന്ത് ചെയ്യുന്നു? ഇവിടെ ഡി പി ബൈ ഡി വൈ ആ ഡെറിവേറ്റീവിനെ 0യുമായിട്ട് ഈക്വേറ്റ് ചെയ്തു. വാല്യൂ എടുക്കുകയാണെങ്കിൽ 180 വൈ സ്ക്വയർ മൈനസ് 4 വൈ ക്യൂബ് ഈക്വൽ ടു 0 ആണ്. ഇത് സോൾവ് ചെയ്ത് ഇതിൽ നമുക്ക് വൈയുടെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് കോമൺ എടുത്ത് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വൈ ഈക്വൽ ടു 45 എന്ന് കിട്ടും. അപ്പം വൈയുടെ വാല്യൂ കിട്ടിയത് 45 ആണ്. അപ്പോൾ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ, വൈയുടെ വാല്യൂ 45 എന്ന് കിട്ടി. ഇതാണ് നമ്മളെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുക. ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ, 45. ഇനി നമ്മൾ എന്താ ചെയ്യുക? ക്രിട്ടിക്കൽ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തായിട്ട് സെക്കൻഡ് ഡെറിവേറ്റീവ് ആണ് എടുക്കുക. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യുക? ഈ കിട്ടിയ ഡി പി ബൈ ഡി വൈ ആണ് ഫസ്റ്റ് ഡെറിവേറ്റീവ്. അതിനെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡി സ്ക്വയർ പി ബൈ ഡി വൈ സ്ക്വയർ കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവാണ് ഡി സ്ക്വയർ പി ബൈ ഡി വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ 180 ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് 2y. അപ്പോൾ 2ഉം 180 ഗുണിച്ച് കഴിഞ്ഞാൽ 360 വൈ എന്ന് വരും, നടുക്ക് മൈനസ്. ബാക്കിയുള്ളത് 4 വൈ ക്യൂബാണ്. 4 അതുപോലെ വൈ ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3 വൈ സ്ക്വയർ ആണ്. സോ ആ 3 ഇൻറ്റു 4 12, ബാക്കി വൈ സ്ക്വയർ അതുപോലെ. അപ്പോൾ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവുമായി ഇനി എന്താ ചെയ്യുക? ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ കിട്ടിയ വാല്യൂ എത്രയാണോ അതെടുത്ത് സെക്കൻഡ് ഡെറിവേറ്റീവിൽ കൊടുക്കുന്നു. സോ ഇവിടെയുള്ള വൈക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു? വൈക്ക് കിട്ടിയ 45 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഡി സ്ക്വയർ പി ബൈ ഡി വൈ സ്ക്വയർ അറ്റ് വൈ ഈക്വൽ ടു 45 എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനകത്ത് വൈക്ക് പകരം 45 കൊടുത്തു കഴിഞ്ഞാൽ 360 ഇൻറ്റു 45 മൈനസ് 12 ഇൻറ്റു 45ൻ്റെ സ്ക്വയർ എന്ന് വരും. നമുക്ക് ഈ വാല്യൂ എക്സാക്റ്റ് വാല്യൂ വേണ്ട, എന്ത് മതി? ഇതിൻ്റെ സൈൻ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ മാക്സിമവും, അതുപോലെ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ മിനിമവുമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 360 ഇൻറ്റു 45 നിന്നും 12 ഇൻറ്റു 45ൻ്റെ സ്ക്വയർ കുറച്ച് കഴിഞ്ഞാൽ അത് ഒരു പാട്ട് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. അപ്പോൾ 45ൻ്റെ സ്ക്വയർ വലിയ നമ്പറാണ്, അതിനെ എന്ത് ചെയ്യുന്നു? ഈ ചെറിയ നമ്പർ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിരിക്കും. സോ കിട്ടുന്ന വാല്യൂ എന്തായാലും നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ചെക്ക് ചെയ്ത് നോക്കുക.
സോ ഇത് ലെസ് ദാൻ 0 എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഫംഗ്ഷന് മാക്സിമം വാല്യൂ ആണുള്ളത്. ഇവിടെ ചോദിച്ചത് എന്ത് തന്നെയാണ്? ഫംഗ്ഷൻ്റെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. സോ എന്ത് ചെയ്യുന്നു? പിക്ക് മാക്സിമം വാല്യൂ ആണ് വെൻ y ഈക്വൽ ടു 45. അപ്പോൾ y ആയി ഇനി എന്ത് വേണം? എക്സും കൂടെ വേണം. സോ എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് വൈയുടെ വാല്യൂ കിട്ടി 45 എങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും? y അപ്പുറം വെച്ചപ്പോൾ 60 മൈനസ് y ആണ് എക്സിൻ്റെ വാല്യൂ. സോ 60 മൈനസ് വൈക്ക് വാല്യൂ എടുക്കുകയാണെങ്കിൽ 60 മൈനസ് 45 ഈക്വൽ ടു 15 ആണ് നമ്മുടെ എക്സിൻ്റെ വാല്യൂ. ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 17ാമത്തെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങളെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. എല്ലാ ആദ്യത്തെ സെൻറ്റൻസ് പറഞ്ഞേക്കുക. അവിടെ ഒരു സ്ക്വയർ പീസ് ഓഫ് ടിന്നുണ്ട്. അതിൻ്റെ സൈഡ് 18 സെൻറ്റിമീറ്ററാണ്. അങ്ങനെ ഒരു സ്ക്വയർ പീസ് ഓഫ് ടിൻ, അതായത് ഒരു പടമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പീസാണ്. ഇതിൻ്റെ ഓരോ മൂലയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരേ നീളവും വീതിയുള്ള ഒരു സ്ക്വയറിൻ്റെ പീസ് കട്ട് ചെയ്ത് മാറ്റിയാണ്. ഇതേപോലെ ഒരു സ്ക്വയറിൻ്റെ പീസ് 4 മൂലയിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ബാക്കി കിട്ടുന്ന ഈ ഒരു ഷേപ്പ് വെച്ച് എന്ത് ചെയ്യുക? ആ സൈഡ് മുകളിലേക്ക് മടക്കിയിട്ട് ഒരു ബോക്സ് നിർമ്മിക്കുകയാണ്, ഒരു പെട്ടി. ആ പെട്ടിയുടെ മുകൾ ഭാഗം ഓപ്പൺ ആണ്, ബാക്കി സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയുള്ള ഒരു ബോക്സ് നിർമ്മിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യമേ എടുക്കുന്ന ടിന്നിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ 18 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ബാക്കി പറഞ്ഞിരിക്കുക. വാട്ട് ഷുഡ് ബി ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ടു ബി കട്ട് ഓഫ് സോ ദാറ്റ് ദ വോളിയം ഓഫ് ദ ബോക്സ് ഈസ് മാക്സിമം പോസിബിൾ. അതായത് നമ്മളിങ്ങനെ കട്ട് ചെയ്യുന്ന സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എത്രയാകുമ്പോഴാണ് നമുക്ക് മാക്സിമം വോളിയുള്ള ബോക്സ് ലഭിക്കുക എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഒരു സ്ക്വയറിൻ്റെ ഷീറ്റ് എടുക്കുകയാണ്. സോ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റുന്ന സ്ക്വയർ എത്ര ലെങ്ത് ഉള്ളതാണെന്നാണ് വേണ്ടത്. നമുക്കത് അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യുക? ഈ ഒരു കട്ട് ചെയ്ത് മാറ്റുന്ന സ്ക്വയറിൻ്റെ സൈഡിനെ നമ്മൾ എക്സ് എന്ന് എടുക്കുകയാണ്. സോ എന്തായിരിക്കും? സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും 4 സൈഡും എക്സ് തന്നെയായിരിക്കും. ഇവിടെ മൊത്തം നമ്മളെടുത്ത ടിൻ ഷീറ്റിൻ്റെ ആകെ ലെങ്ത് എന്ന് വെച്ചാൽ സൈഡ് 18 സെൻറ്റിമീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ ഒരു സൈഡിൽ നിന്ന് സ്ക്വയറിൻ്റെ എക്സ് സെൻറ്റിമീറ്റർ പോയി, അതുപോലെ ഇവിടെ നിന്ന് എന്ത് ചെയ്തു? ആ ഒരു സ്ക്വയറിൻ്റെ എക്സ് സെൻറ്റിമീറ്റർ പോയി. അങ്ങനെ മൊത്തം 18ൽ നിന്നും നമ്മൾ 2 എക്സ് എന്ത് ചെയ്തു? കട്ട് ചെയ്ത് മാറ്റി. അതാണ് ബാക്കി അവശേഷിക്കുന്നത്. എത്ര മാത്രമേ ഉള്ളൂ? 18 മൈനസ് 2x ലെങ്താണ് ബാക്കിയുള്ള ഷീറ്റ്. അപ്പം വീണ്ടും സൈഡ് എത്ര ആയിട്ട് മാറി? അവിടെ 18 മൈനസ് 2x ആണ് ഇപ്പോൾ നിലവിൽ ലെങ്ത് എന്ന് പറയുക, കട്ട് ചെയ്ത് മാറ്റി കഴിയുമ്പോൾ. അതുപോലെ എല്ലാ സൈഡും എന്ത് തന്നെയായിരിക്കും? സ്ക്വയർ ആയതുകൊണ്ട് ബാക്കി അവിടെ ഉണ്ടാവുക 2x പോയി കഴിഞ്ഞാൽ 18 മൈനസ് 2x ആയിരിക്കും അതിൻ്റെ നീളവും വീതിയും. ഇനി ഈ ഒരു ഉണ്ടാക്കുന്ന ബോക്സിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ലെങ്ത് ആയിരിക്കും. ഈ ഒരു ലെങ്താണ് മടക്കി മുകളിലേക്ക് വെക്കുക. സോ ഈ ഒരു ലെങ്ത് എക്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബോക്സിൻ്റെ ഹൈറ്റ്. അപ്പോൾ ലെങ്തും ബ്രെഡ്ത്തും അതുപോലെ ഹൈറ്റുമായി. അപ്പോൾ നമുക്ക് വോളിയമാണ് മാക്സിമം വേണ്ടത്. സോ എന്ത് ചെയ്യുക? വോളിയം എന്ന് വെച്ചാൽ ഒരു ബോക്സിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റാണ്. അപ്പോൾ അവിടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് വാല്യൂ എടുക്കുകയാണെങ്കിൽ എക്സ് ഇൻറ്റു 18 മൈനസ് 2x ആണ് ലെങ്തും, അതുപോലെ 18 മൈനസ് 2x തന്നെയാണ് അതിൻ്റെ ബ്രെഡ്ത്തും. സോ ഇതാണ് നമ്മുടെ വോളിയം എന്ന് പറയുക. ഇനി എന്ത് ചെയ്യുക? അതൊന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഒരു 4x കോമ എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഒന്ന് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുക 4 ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 18 എക്സ് സ്ക്വയർ പ്ലസ് 81 എക്സ് എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ആയിരിക്കും വി നമുക്ക് കിട്ടി. വോളിയത്തിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക? നമ്മൾ സാധാരണ ചെയ്യുക, ഒരു ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുക. സോ എന്ത് ചെയ്യുന്നു? ഇവിടെ എക്സിൻ്റെ ടേംസ് ആയതുകൊണ്ട് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. സോ 4 കോൺസ്റ്റൻ്റ് അവിടെ അതുപോലെ പുറത്ത് വെച്ചു. ബാക്കിയുള്ളത് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x സ്ക്വയർ മൈനസ് 18 ഇൻറ്റു എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x ആണ്. ഗുണിച്ച് കഴിഞ്ഞാൽ 36x എന്ന് കിട്ടും. 81 എക്സിൻ്റെ ഡെറിവേറ്റീവ് 81 ആണ്. അവിടെ ഡെറിവേറ്റീവ് കിട്ടി. ഇനി എന്ത് ചെയ്യുക? ഈ എല്ലാ ടേമിൽ നിന്നും ഒരു 3 കോമൺ എടുക്കാൻ പറ്റും. ഇതെന്ത് ചെയ്യുക? ഒരു 3 പുറത്ത് വെച്ച് കഴിഞ്ഞാൽ 3 × 4 വെളിയിൽ 12 ആവും. ബാക്കി ഇവിടെ എക്സ് സ്ക്വയർ, ഇവിടെ 12x, ഇവിടെ 27 ആയിരിക്കും 3 എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള. സോ ഒന്ന് മാറ്റി എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവായി. ഇനി എന്താ ചെയ്യുക? ഡെറിവേറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ 0 ഈക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡെറിവേറ്റീവിനെ 0 ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ 12 ഇൻറ്റു ടീം എന്ത് ചെയ്തു? ഈക്വൽ ടു 0 കൊടുത്തു. ഈ 12 ഇപ്പുറം വന്നു കഴിഞ്ഞാൽ 0/12 ആവും. അതിൻ്റെ വാല്യൂ 0 തന്നെയാണ്. ബാക്കിയോടെ ഉള്ളത് എക്സ് സ്ക്വയർ മൈനസ് 12x പ്ലസ് 27 ആണ്. സോ എന്ത് ചെയ്യുന്നു? ഈ 12 കട്ടായി കളയാം. ബാക്കിയുള്ളത് എന്താണ്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. സോ ഈ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സൊല്യൂഷൻ എന്ത് ചെയ്യുക? ഒന്നുകിൽ നിങ്ങൾ ഇക്വേഷൻ ഉപയോഗിക്കുക -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b സ്ക്വയർ മൈനസ് 4ac/2a, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമ്മൾ സിമ്പിളായിട്ട് ചെയ്യുക.
ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് വെച്ചാൽ ഏതോ രണ്ട് നമ്പേഴ്സ് എയും ബിയും വേണം, തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ -12 അല്ലെങ്കിൽ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ 27 കിട്ടുന്ന നമ്പേഴ്സ് ആലോചിക്കുക. അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂട്ടുമ്പോൾ -12 ഗുണിച്ചാൽ 27, അത് -3 -9 ആണ്. സോ ഇത് മാറ്റി അങ്ങനെ എഴുതാൻ പറ്റും. നമുക്ക് x-3 ഇൻറ്റു x-9 = 0 എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് 0 ആണെങ്കിൽ ഒന്നുകിൽ എന്തായിരിക്കും x-3 0 ആയിരിക്കും. x-3 = 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 3 എന്ന് കിട്ടും. x-9 = 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ 9 എന്ന് കിട്ടും. ഇവിടെ രണ്ട് വാല്യൂസാണ് കിട്ടുക. പക്ഷേ ഇതിൽ 9 എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ എക്സ് എന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്ന സൈഡാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 9 കളഞ്ഞു, ഇവിടുന്ന് 9 കളഞ്ഞാൽ ആകെ 18 സെൻറ്റിമീറ്റർ കട്ട് ചെയ്ത് കളയാണ്. പക്ഷേ എന്തുണ്ട്, ആ ടിന്നിൻ്റെ ആകെ നീളം 18 ഉള്ളൂ. സോ എന്തായിരിക്കും, സൈഡ് 0 ആയി പോകും. അതുകൊണ്ട് ഏത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ, എക്സിൻ്റെ വാല്യൂ 3 മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ ക്രിട്ടിക്കൽ വാല്യൂ കിട്ടി. ഇനി എന്ത് ചെയ്യുക, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് ചെയ്യുക, നമ്മളെ ഈ ഒരു ടേമിനെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ 12 ഇൻറ്റു 2x - 12 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വീണ്ടും ഒരു 2 പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ടിവിയിൽ നിന്ന് 2 പുറത്ത് വെച്ചു, 12 × 2 24 പുറത്ത് വന്നു, ബാക്കി അകത്ത് x-6 മാത്രം. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി. ഇനി എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ വാല്യൂ എത്രയാണോ അതെടുത്ത് ഇവിടെ എക്സിന് പകരം കൊടുക്കുക. കൊടുക്കുകയാണെങ്കിൽ 24 ഇൻറ്റു 3 - 6 എന്ന് വരും. ഇവിടെ എക്സിന് പകരം 3 കൊടുത്തു കഴിഞ്ഞാൽ 3 - 6 എന്ന് വന്നു. ഇത് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ -72 ആയിരിക്കും. സോ അതെന്താണ്, സെക്കൻഡ് ഡെറിവേറ്റീവിൽ വാല്യൂ കൊടുത്തപ്പോൾ നമുക്കൊരു നെഗറ്റീവ് നമ്പറാണ് കിട്ടിയത്. സോ അത് <0 ആണെങ്കിൽ ഫംഗ്ഷന് മാക്സിമം വാല്യൂ എന്നാണ് പഠിച്ചേക്കുക. സോ എന്തായിരിക്കും, നമുക്ക് മാക്സിമം വോളിയം ആയിരിക്കും ഉള്ളത്. ചോദിച്ചേക്കുക എന്ത് തന്നെയാണ്, മാക്സിമം ആണ് ചോദിച്ചേക്കുക. അപ്പോൾ നമ്മുടെ വോളിയം മാക്സിമം ആകുന്നത് സൈഡ് എന്താണ്, എക്സിൻ്റെ വാല്യൂ 3 ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാം 21ാമത്തെ ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഓഫ് ഓൾ ക്ലോസ്ഡ് സിലിണ്ടറിക്കൽ ക്യാൻസ് റൈറ്റ് സർക്കുലർ ഓഫ് എ ഗിവൻ വോളിയം ഓഫ് 100 cubic centimeters ഫൈൻഡ് ദ ഡയമെൻഷൻസ് ഓഫ് ദ ക്യാൻ വിച്ച് ഹാസ് ദ മിനിമം സർഫസ് ഏരിയ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ കുറേ സിലിണ്ടറിക്കൽ ക്യാൻസ് ആണുള്ളത്. അപ്പോൾ ക്യാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ സിലിണ്ടറിൻ്റെ ഷേപ്പിലുള്ള ക്യാൻസാണ്. അതിൽ വോളിയം, എല്ലാത്തിൻ്റെയും വോളിയം എന്ന് പറയുന്നത് 100 ക്യൂബിക് സെൻറ്റിമീറ്റേഴ്സ് ആണ്. എല്ലാത്തിൻ്റെയും വോളിയം 100 തന്നെയാണ്. പക്ഷേ എന്താണ്, അതിൻ്റെ ഡയമെൻഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റോ റേഡിയസ് എന്തായിരിക്കും, ഓരോന്നിൻ്റെയും പല പല അളവിലായിരിക്കും. പക്ഷേ എല്ലാത്തിൻ്റെയും വോളിയം എപ്പോഴും എത്ര തന്നെ ആയിരിക്കും, 100 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പല സൈസിലുള്ള പല ഡയമെൻഷനിലുള്ള ഈ ക്യാനുകളിൽ ഏറ്റവും കുറവ് സർഫസ് ഏരിയ ഉണ്ടാകുന്ന ക്യാനിൻ്റെ ഡയമെൻഷനാണ് വേണ്ടത്. ഏറ്റവും ചെറിയ സർഫസ് ഏരിയ ഉള്ള എന്നാൽ വോളിയം എത്ര തന്നെയാണ്, 100 തന്നെയാണ്. അങ്ങനെയുള്ള ക്യാനിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹൈറ്റും അതിൻ്റെ റേഡിയസും ഇതാണ് നമുക്ക് ചോദിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ കൊടുത്തേക്കുക: ലെറ്റ് r സെൻറ്റിമീറ്റർ ബി ദ റേഡിയസ്, h സെൻറ്റിമീറ്റർ ബി ദ ഹൈറ്റ്, അതുപോലെ s സെൻറ്റിമീറ്റർ സ്ക്വയർ ബി ദ ടോട്ടൽ സർഫസ് ഏരിയ ആൻഡ് v സെൻറ്റിമീറ്റർ ക്യൂബ് ബി ദ വോളിയം. ഇവിടെ റേഡിയസിന് r എന്നും ഹൈറ്റിന് h എന്നും സർഫസ് ഏരിയ s എന്നും വോളിയം v എന്ന് എടുക്കുകയാണെങ്കിൽ നമ്മളെ ഒരു ക്യൂബാണുള്ളത്. ക്യൂബല്ല, ഒരു സിലിണ്ടറാണുള്ളത്. അതിൻ്റെ വോളിയം എന്ന് പറയുന്നത് πr² ആണ് ഇക്വേഷൻ. വോളിയത്തിൻ്റെ ഇക്വേഷൻ πr² ആണ്. അത് 100 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. വോളിയം 100 ആണ്. സോ ഇവിടെ നിന്നും ഈ ഇക്വേഷനിൽ നിന്നും ഇവിടുന്ന് എച്ചിൻ്റെ വാല്യൂ ഈ πr² അപ്പുറം വെച്ച് കഴിഞ്ഞാൽ അത് ഡിവൈഡ് ചെയ്യുന്നു. ഇവിടുന്ന് എച്ചിൻ്റെ വാല്യൂ 100/πr² എന്ന് എഴുതാൻ പറ്റും. അതിന് ഒന്നാമത്തെ ഇക്വേഷൻ നമ്പർ കൊടുത്തു. അടുത്തായിട്ട് നമ്മുടെ സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ ആണ്. അപ്പോൾ സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ 2πr² + 2πrh ആണ്. അതായത് ആദ്യത്തെ 2πr² എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് മുകളിലും താഴെ 2 സർക്കുലർ ഷേപ്പാണ്. ആ 2 സർക്കുലർ ഷേപ്പിൻ്റെ ഏരിയ അതാണ് πr² + πr², 2πr² എന്ന് വരും. അതുപോലെ 2πrh എന്ന് പറയുന്നത് അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr² + 2πrh ആണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എന്ത് ചെയ്യുന്നു, വീണ്ടും നമ്മൾ 2πr² + 2πr ഇൻറ്റു ഈ എച്ചിന് പകരം നമുക്ക് മുകളിൽ കിട്ടിയ 100/πr² എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ നിന്ന് ഒരു 2πയിൽ നിന്ന് ഈ ഒരു പൈയും താഴെയുള്ള പൈയും കട്ടായി. ബാക്കി ഇവിടെ നിന്ന് ഒരു 6 സ്ക്വയറിൽ നിന്നും ഒരു 6 കട്ടായാൽ താഴെ ബാക്കി 6 മാത്രം വരും. അതാണ് ബാക്കി വരിക. 2πr² + 200/6 എന്ന് വരും. ഈ 2 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മേളിൽ ഗുണിച്ചാണ്
200 ആയത്. സോ നമുക്കിവിടെ എസിൻ്റെ വാല്യൂ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ തന്നിരിക്കുന്ന നമുക്ക് സർഫസ് ഏരിയ മിനിമം ആണ് വേണ്ടത്. സോ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്ത് ചെയ്യുക, നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സർഫേസ് ഏരിയയുടെ ഇക്വേഷൻ ഇങ്ങനെയായിരുന്നു, 2πr² പ്ലസ് 200/r ആണ്. ഈ ഒരു ടൈമിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആറിൽ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇവിടെ ആറിൻ്റെ ടൈം ആയതുകൊണ്ട് വിത്ത് റെസ്പെക്ട് ടു ആറിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഇവിടെ എസിൻ്റെ ഡെറിവേറ്റീവ് എന്ന് വെച്ചാൽ ds/dr ആണ്. ബാക്കി 2π കോൺസ്റ്റൻറ്റ്, ബാക്കിയുള്ളത് r² ആണ്. r² ഡെറിവേറ്റീവ് 2r ആണ്. അപ്പോൾ 2 × 2 4π എന്ന് വരും, ബാക്കിയുള്ള r അതുപോലെ. ബാക്കി ഇവിടെ 200 കോൺസ്റ്റൻ്റ് ആണ്, ബാക്കിയുള്ളത് 1/r. അപ്പോൾ 1/rൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ആറിൽ അത് -1/r² ആണ്. അതായത് 1/xൻ്റെ ഡെറിവേറ്റീവ് -1/x² ആണ്. അതുപോലെ ഇവിടെ എന്ത് വരും, -1/r² എന്ന് വന്നു, മുകളിൽ 200 അതുപോലെ. അപ്പോൾ അവിടെ ഡെറിവേറ്റീവായി. ഇനി എന്ത് ചെയ്യുക, ഈ കിട്ടിയ ഡെറിവേറ്റീവ് നമ്മൾ 0യുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. സോ 4πr മൈനസ് 200/r² = 0 എന്ന് കൊടുത്തു. ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ, അത് ഈ ഒരു r ഒന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് ക്രോസ് ചെയ്ത് നിങ്ങളുടെ ഈ ഒരു r ഇപ്പുറം ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നിന്ന് r³ വാല്യൂ 200/4π എന്ന് കിട്ടും. സോ അവിടെ r³ വാല്യൂ ഇതാണെങ്കിൽ എന്ത് ചെയ്യുക, r-ൻ്റെ വാല്യൂ എന്ത് ചെയ്യണം, എല്ലാ ടൈമിനും മൊത്തത്തിലൊരു ഹോൾ റേസ് ടു 1/3 എടുത്താൽ മതി, ക്യൂബ് റൂട്ട്. സോ 200ൻ്റെ ക്യൂബ് റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും, അതിനെ ഈ 4 കൊണ്ട് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ 200/4 ഇവിടെ കട്ട് ചെയ്ത് 50/π എന്നാക്കി. ബാക്കി എന്ത് ചെയ്ത് ഈ ഒരു ക്യൂബ് കളഞ്ഞിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഹോൾ റേസ് ടു 1/3 എടുത്തു. ഇവിടെ r-ൻ്റെ വാല്യൂ കിട്ടിയത് 50/π ദ ഹോൾ റേസ് ടു 1/3 എന്നാണ്. അപ്പോൾ നമ്മുടെ ക്രിട്ടിക്കൽ വാല്യൂ ആണ് r-നൊരു വാല്യൂ കിട്ടിയത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ ds/dr-നെ ഒന്നും കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക 4π പ്ലസ് 200 × 2/r³ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്യുന്നു, ഒന്ന് ഈ ഗുണിക്കുകയാണെങ്കിൽ 200 × 2 400 ഒരു മേളിൽ, ബാക്കി ടൈമെല്ലാം അതുപോലെ. സോ ഇവിടെ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമുക്കിവിടെ മാക്സിമം ആണോ അല്ലെങ്കിൽ മിനിമം ആണോ കിട്ടുക, r-ൻ്റെ വാല്യൂ കൊടുക്കുമ്പോൾ മാക്സിമം ആണോ അല്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി എന്ത് ചെയ്യുക, നമുക്ക് കിട്ടിയ r-ൻ്റെ വാല്യൂ എടുത്ത് ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൽ അപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ ഈ ഒരു r-ന് പകരം നമുക്ക് കിട്ടിയ r-ൻ്റെ വാല്യൂ 50/π ഹോൾ റേസ് ടു 1/3 ആണ്. ആ r-ൻ്റെ വാല്യൂ എടുക്കുക. അപ്പോൾ 4π പ്ലസ് 400/, ഇവിടെ r-ന് പകരം 50/π ഹോൾ റേസ് ടു 1/3 പിന്നെ ഒരു ഹോൾ ക്യൂബും കൂടെ ഉണ്ട്. സോ എന്ത് ചെയ്യും, ആ 1/3 ക്യൂബും കൂടെ പരസ്പരം ക്യാൻസലായി പോകും. ബാക്കി അവിടെ 50/π മാത്രം. സോ ഇതിൽ എല്ലാ ടൈമും പോസിറ്റീവാണ്. അതുകൊണ്ട് എന്തായിരിക്കും, ഉറപ്പായിട്ടും ഈ മൊത്തം ടൈം എന്ന് പറയുന്നത് >0 ആയിരിക്കും. അപ്പോൾ >0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്, അവിടെ മിനിമം വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. എന്താണ് മിനിമം വാല്യൂ എന്ന് വേണ്ടത്, സർഫസ് ഏരിയയുടെ. ഇവിടെ എസിനെ ആണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്, സർഫസ് ഏരിയ ആണ്, അത് മിനിമം ആണെന്ന് കണ്ടുപിടിച്ചു. സോ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ അവിടെ r-ൻ്റെ വാല്യൂ 50/π ഹോൾ റേസ് ടു 1/3 തന്നെയാണ്. ഇനി വേണ്ട അടുത്ത ഡയമെൻഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്. അവിടെ ഹൈറ്റിൻ്റെ ഇക്വേഷൻ നമ്മൾ ആദ്യമേ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ ഇക്വേഷൻ 100/πr² ആണ്. ഇവിടെ എന്ത് ചെയ്യുക, r-ന് പകരം കിട്ടിയ 50/π ദ ഹോൾ റേസ് ടു 1/3 കൊടുക്കുക. അതൊന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2 × 50/π ഹോൾ റേസ് ടു 1/3 എന്ന് കിട്ടും. അതായിരിക്കും h-ൻ്റെ വാല്യൂ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 27ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. സോ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ദ പോയിൻറ്റ് ഓൺ ദ കർവ് x² = 2y വിച്ച് ഈസ് നിയറസ്റ്റ് ടു ദ പോയിൻറ്റ് 0,5 ഈസ്, ഇതാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ഒരു കർവുണ്ട്, x² = 2y എന്ന് പറയുന്ന ഒരു കർവ്. അപ്പോൾ ഈ ഒരു കർവിലെ ഒരു പോയിൻറ്റ് x,y ആണ് നമുക്ക് വേണ്ടത്. ഈ കർവിലുള്ള ഒരു പോയിൻ്റാണ് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഒരു പോയിൻ്റ് എടുക്കാം, x,y എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു എക്സിൻ്റെയും വൈയുടെയും വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. കണ്ടീഷൻ ഇങ്ങനെയാണ്, ഇവിടെ 0,5 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഈ പോയിൻറ്റിൽ നിന്നും ഏറ്റവും അടുത്തുള്ള പോയിൻ്റ് ആയിരിക്കണം ഈ കർവിലുള്ളത്. അതാണ് കണ്ടീഷൻ. ഈ പോയിൻറ്റും അതുപോലെ ഈ xy എന്ന് പറയുന്ന പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും ചെറുതായിരിക്കണം. അങ്ങനെയുള്ള കർവിലെ ഒരു പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നമ്മളെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇതുമായിട്ട് ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് 0,5 എന്ന് പറയുന്നത് xy എന്ന് പറയുന്ന പോയിൻറ്റിനുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആകണമെങ്കിൽ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് xyയിൽ നിന്നും ഈ 0,5 എന്ന് പറയുന്ന പോയിൻറ്റിലേക്ക് വരയ്ക്കുന്ന ആ ഡിസ്റ്റൻസ് അവിടെ എന്തായിരിക്കണം, ഏറ്റവും ചെറുതായിരിക്കും, ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കും. എന്ന് വെച്ചാൽ അതെന്തായിരിക്കണം, ഏറ്റവും മിനിമം ഡിസ്റ്റൻസാണ് വേണ്ടത്. അപ്പോൾ ആ രണ്ട് പോയിൻറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം ആകുമ്പോഴുള്ള ഈ കർവിലെ x² = 2y എന്ന് പറയുന്ന
ഈ ഒരു കർവിലെ പോയിൻ്റാണ് നമുക്ക് വേണ്ടത്. സോ നമുക്ക് ചെയ്തു തുടങ്ങാം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, അവിടെ തന്നിരിക്കുന്ന കർവിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y എന്നാണ്. ആദ്യമേ ഈ ഒരു ഡിസ്റ്റൻസ് പറയുകയാണെങ്കിൽ അപ്പോൾ നോക്കാം, ലെറ്റ് ഇസഡ് ബി ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ് പി എക്സ് വൈ ഓൺ എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y ഫ്രം ദ പോയിൻറ്റ് എ 0,5. അപ്പോൾ നമ്മുടെ ഈ 0,5 എന്ന് പറയുന്ന പോയിൻറ്റിൽ നിന്നും എക്സ് വൈയിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറാണ് നമ്മൾ ഇസഡ് എന്നെടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇസഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് പി എ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ 2 പോയിൻറ്റ് x1 y1 അതുപോലെ x2 y2 എന്ന് പറയുന്ന 2 പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ 2 പോയിൻറ്റുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയറിൻ്റെ മൊത്തത്തിലൊരു റൂട്ടാണ്. ആ റൂട്ട് കളയാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ 2 സൈഡിലും സ്ക്വയർ ചെയ്തു. സോ എന്ത് ചെയ്തു, ആ ഒരു റൂട്ട് ക്യാൻസലായി പോകും. സോ ഇവിടെ ഇസഡ് ഈക്വൽ ടു പി എ സ്ക്വയർ എന്നെടുത്തു. സോ ഇവിടെ വാല്യൂ എടുക്കുകയാണെങ്കിൽ എന്താണ്ട് ഇസഡ് ഈക്വൽ ടു ഇവിടെ പി എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എന്താണ്, ആദ്യത്തെ എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 5 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഈ പോയിൻറ്റ് x1 y1 ഈ പോയിൻറ്റ് x2 y2 എന്നും എടുത്തു കഴിയുമ്പോൾ സോ ഇവിടെ ഇക്വേഷൻ അത് എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ എന്താണ്, അത് എക്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യത്തെ ടേം ഇവിടെ എക്സ് സ്ക്വയർ എന്നാണ് വരിക. പക്ഷേ ക്വസ്റ്റ്യൻ എന്തുണ്ട്, എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y ആണ്. അതായത് എക്സ് സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും, 2y എന്ന് കൊടുക്കാൻ പറ്റും. അതാണ് ഇവിടെ എന്ത് ചെയ്തേക്കുക, ഈ ഒരു ടേമിന് പകരമാണ് ഇവിടെ 2y എന്ന് കൊടുത്തു. ബാക്കിയുള്ളത് y മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ആണ്. ആ ടേം അതുപോലെ ഇനി ചെയ്യുന്ന കാര്യം ഇവിടെ എന്ത് ചെയ്യുക, ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്ത് ഈ ടേം ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡി സെഡ് ബൈ ഡി വൈയുടെ വാല്യൂ, ഇവിടെ കിട്ടുന്ന ഇസഡിൻ്റെ വാല്യൂ ആദ്യമേ വൈ സ്ക്വയർ മൈനസ് 8y പ്ലസ് 25 എന്ന് കിട്ടും. അപ്പോൾ ഇസഡ് എന്ന് പറയുന്ന നമ്മുടെ ഫംഗ്ഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യുക, അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവാണ് വേണ്ടത്. റൈറ്റ് സൈഡിൽ ഏത് മാത്രമേ ഉള്ളൂ, y മാത്രമേ ഉള്ളൂ. സോ എന്ത് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇസഡിൻ്റെ ഡെറിവേറ്റീവാണ് ഡി സെഡ് ബൈ ഡി വൈ. റൈറ്റ് സൈഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവാണ് 2y, ബാക്കിയുള്ള മൈനസ് 8yയുടെ ഡെറിവേറ്റീവ് മൈനസ് 8 ആണ്, 25ൻ്റെ ഡെറിവേറ്റീവ് 0. സോ ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവായി. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0യുമായിട്ട് ഈക്വേറ്റ് ചെയ്യുന്നു. സോ ഡി സെഡ് ബൈ ഡി വൈ ഈക്വൽ ടു 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഡി സെഡ് ബൈ ഡി വൈയുടെ വാല്യൂ 2y മൈനസ് 8 ആണ്, ഈക്വൽ ടു 0 കൊടുത്തു. ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ മൈനസ് 8 റൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പ്ലസ് 8 എന്നാവും. അതുപോലെ വൈയുടെ വാല്യൂ ഇവിടെ ഗുണിച്ചേക്കുന്ന 2 എന്ത് ചെയ്യുക, റൈറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 8/2 4 എന്ന് കിട്ടും വൈയുടെ വാല്യൂ. നമുക്കവിടെ വൈയുടെ വാല്യൂ 4 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യണം, നമുക്ക് ഈ വൈയുടെ വാല്യൂ 4 ആകുമ്പോഴുള്ള ഫംഗ്ഷൻ്റെ വാല്യൂ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം മിനിമം ആണ് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം, സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും ഫസ്റ്റ് ഡെറിവേറ്റീവായിട്ടുള്ള ഡി സെഡ് ബൈ ഡി വൈയെ, അപ്പോൾ നമ്മുടെ ഡി സെഡ് ബൈ ഡി വൈയുടെ വാല്യൂ 2y മൈനസ് 8 ആണ്. ഇതിൻ്റെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ 2yയുടെ ഡെറിവേറ്റീവ് 2 എന്ന് കിട്ടും, മൈനസ് 8ൻ്റെ ഡെറിവേറ്റീവ് 0 ആയിപ്പോയി. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓൾറെഡി എന്താണ് 2 എന്ന് കിട്ടി, അതെന്താണ് ഗ്രേറ്റർ ദാൻ 0 ആണ്. സോ പോസിറ്റീവാണ്. അപ്പം സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് കിട്ടി, ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്, ഫംഗ്ഷന് മിനിമം വാല്യൂ എന്നാണ്. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്, മിനിമം വാല്യൂ തന്നെയായിരുന്നു. സോ എന്താണ് വൈയുടെ വാല്യൂ 4 എന്ന് തന്നെ എടുക്കാൻ പറ്റും. ഇനി എന്ത് ചെയ്യുക, വൈയുടെ വാല്യൂ 4 ആകുമ്പോഴുള്ള എക്സിൻ്റെ വാല്യൂ കൂടെ വേണം. നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ ഇങ്ങനെ ആയിരുന്നു, എക്സ് സ്ക്വയർ ഈക്വൽ ടു 2y എന്നാണ്. അതിലൂടെ വൈക്ക് പകരം കിട്ടിയ 4 കൊടുത്തു. സോ അവിടെ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 2 × 4 8 എന്ന് വരും. അതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ √8 സിംപ്ലിഫൈ ചെയ്താൽ 2√2 എന്ന് എഴുതാൻ പറ്റും. സോ അവിടെ എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടി. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യാം. എക്സസൈസ് 6.4 ആണ്. നേരത്തെ നമ്മൾ ചെയ്യാൻ വിട്ട് പോയിരുന്നായിരുന്നു. സോ ലാസ്റ്റ് ടോപ്പിക്കാണ് എക്സസൈസ് 6.4. അപ്പോൾ ഇവിടെ നമ്മുടെ അപ്രോക്സിമേഷനാണ് വരുന്ന ടോപ്പിക്ക്. അപ്രോക്സിമേഷനാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തൻ്റെ √0.6 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ്റെ ഏകദേശം അപ്രോക്സിമേറ്റ് വാല്യൂ എന്ത് ചെയ്യുക, നമ്മൾ ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്രോക്സിമേഷനിൽ വരുന്നത്. അപ്പോൾ നമുക്കൊരു അപ്രോക്സിമേഷൻ ചെയ്യാനായിട്ട് ഒരു 2 ഇക്വേഷൻ കാണാതെ പഠിച്ച് വെച്ചേക്കണം. ആ ഇക്വേഷൻ ഇങ്ങനെയാണ്. ഒന്നാമത്തത് Δy ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് Δx മൈനസ് എഫ് ഓഫ് എക്സ്. ഇതാണ് ഒന്നാമത്തെ നമ്മുടെ ഇക്വേഷൻ. Δy ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് Δx മൈനസ് എഫ് ഓഫ് എക്സ് ആണ്. രണ്ടാമത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ്. Δy ഈക്വൽ ടു dy ബൈ dx ഇൻറ്റു Δx.
അപ്പോൾ ഡെൽറ്റ വൈ ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസ് ബൈ ഹാർട്ട് ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോക്സിമേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ചെയ്യുന്ന ഒന്നാമത്തെ ചോദ്യം ഇതാണ്, √25.3യുടെ അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് നമുക്ക് ഡിഫറൻഷ്യൽസ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. തന്നിരിക്കുന്ന ചോദ്യത്തെ ആദ്യം എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ f(x) അല്ലെങ്കിൽ വൈയുടെ വാല്യൂ എഴുതുക. ഇവിടെ y എന്ന് വെച്ചാൽ √x ആണ്. കാരണം നിങ്ങൾ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ റൂട്ടിനകത്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അപ്രോക്സിമേറ്റ് ചെയ്യേണ്ട ആ ഒരു വാല്യൂ ഉള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്തു, നമ്മളിവിടെ ഈ തന്നേക്കുന്ന വാല്യൂ എത്രയാണോ അതിനെ x എന്ന് എടുക്കുക. അപ്പോൾ √x ഫോമിലായതുകൊണ്ട് നമ്മൾ ഫംഗ്ഷൻ എന്ത് ചെയ്തു, y ഈക്വൽ ടു √x എന്ന് സെലക്ട് ചെയ്തു. സപ്പോസ് ക്വസ്റ്റ്യൻ ഇതാണെന്ന് വിചാരിക്കുക. അപ്പോൾ 26(1/3). അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ y സെലക്ട് ചെയ്യുമ്പോൾ എന്താണ്, x⁻⁴ എന്നാണ് y സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ഫോമിലാണോ ആ ഒരു ഫോമിന് എന്ത് ചെയ്യുക, അതുപോലെ ഫംഗ്ഷനായിട്ട് മേക്ക് ചെയ്യാം. അപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, 15⁻⁴ ആണെങ്കിൽ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും, x⁻⁴ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ 26.57(1/3) ആണെങ്കിൽ ഫംഗ്ഷൻ അവിടെയും x⁻⁴ എന്ന് ഫംഗ്ഷൻ സെലക്ട് ചെയ്യുന്നു, വൈയുടെ വാല്യൂ. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്കവിടെ എക്സിൻ്റെയും അതുപോലെ ഡെൽറ്റ എക്സിൻ്റെയും വാല്യൂ വേണം. അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ വാല്യൂ, ഇവിടെ ഇപ്പോൾ അകത്തെടുക്കുന്ന വാല്യൂ എത്ര, 25.3 ആണ്. അപ്പോൾ ആ വാല്യൂവിന് ഏറ്റവും അടുത്ത് വരുന്ന കംപ്ലീറ്റ് സ്ക്വയർ ഏതാ നോക്കുക, പെർഫെക്റ്റ് സ്ക്വയർ. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ 9 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, 3ൻ്റെ സ്ക്വയർ ആണ്. അതുപോലെ 16 4ൻ്റെ സ്ക്വയർ ആണ്. അതുപോലെ 25 5ൻ്റെ സ്ക്വയർ ആണ്. 36 6ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഏതെങ്കിലും നമ്പറിൻ്റെ സ്ക്വയറായിട്ട് വരുന്ന സംഖ്യ അതിനെയാണ് നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വിളിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ ഉണ്ടോ നോക്കുക തൊട്ടടുത്ത്. അപ്പോൾ ഇവിടെ 25.3 ആയതുകൊണ്ട് അതിന് തൊട്ടടുത്ത് വരുന്ന നമ്പർ ഏതാണ്, 25 ആണ്. 25 ഒരു പെർഫെക്റ്റ് സ്ക്വയറുമാണ്. അപ്പോൾ ഈ ഒരു 25 നമ്മൾ എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ എടുക്കുക. അപ്പോൾ എക്സിന് കൊടുക്കേണ്ട എപ്പോഴും ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ള ഇതിന് തൊട്ടടുത്ത് വരുന്ന ഒരു നമ്പറാണ്. സോ ഇവിടെ എക്സിന് നമ്മൾ 25 എടുത്തു. ബാക്കി ഇവിടെ ഇത്രയും കൂടെ ഉള്ളൂ. 25ൻ്റെ കൂടെ ഒരു 0.3 ആഡ് ചെയ്യുമ്പോഴാണ് നമ്മളെ ക്വസ്റ്റ്യൻ ആവുക. സോ അവിടെ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ബാക്കി എത്ര ഉണ്ടോ അതെടുക്കുക. ബാക്കി ഇവിടെ ഒരു 0.3 കൂടെ ഉള്ളത്. സോ എന്ത് ചെയ്യുന്നു, അതിനെ 0.3 ഡെൽറ്റ എക്സുമായിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ആയി, ഫംഗ്ഷൻ്റെ വാല്യൂ ആയി, അതുപോലെ ഡെൽറ്റ എക്സും ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഫംഗ്ഷനിൽ നിന്നും dy/dx കണ്ടുപിടിക്കുകയാണ്. ഇവിടെ y എടുത്തത് √x എന്നാണ് എടുത്തത്. സോ എന്തായിരിക്കും, dy/dx എന്ന് വെച്ചാൽ √xൻ്റെ ഡെറിവേറ്റീവ് 1/2√x ആണ്, അത് എഴുതി വെച്ചു. അതുപോലെ ഡെൽറ്റ വൈയുടെ വാല്യൂ കൂടെ കണ്ടുപിടിക്കുന്നു. ഡെൽറ്റ വൈയുടെ ഇക്വേഷൻ ഇതാണ് ഒരു ഇക്വേഷൻ, dy/dx ഇൻറ്റു ഡെൽറ്റ എക്സ് എന്നാണ്. ഇവിടെ dy/dxന് നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കണ്ടുപിടിച്ച 1/√x കൊടുത്തു. അതുപോലെ ഇൻറ്റു ഡെൽറ്റ എക്സ് അതുപോലെ. ഇപ്പോൾ 1/2√. ഇനി ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്ര നമ്മൾ എടുത്തിട്ടുണ്ട്, എക്സിൻ്റെ വാല്യൂ 25 ആണ്. സോ എന്ത് ചെയ്യുക, ഇവിടെ 25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ √25 5 എന്ന് വരും. അതുപോലെ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 0.3 ആണ്. അവിടെ ഡെൽറ്റ എക്സിന് പകരവും 0.3 കൊടുത്ത് എന്ത് ചെയ്യുക, ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതായത് 2 × 5 10 എന്ന് വരും. ഇപ്പോൾ എന്ത് ചെയ്താൽ മതി, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഒരു സ്ഥാനം ഇപ്പുറത്തേക്ക് മാറ്റി പോയിൻ്റ് കൊടുത്താൽ മതി. 0.03 ആയിരിക്കും നമ്മുടെ ഡെൽറ്റ വൈയുടെ വാല്യൂ. ഇനി എന്ത് ചെയ്യുക, രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക. ഡെൽറ്റ വൈയുടെ രണ്ടാമത്തെ ഇക്വേഷൻ ഇങ്ങനെയാണ്, ഡെൽറ്റ വൈ ഈക്വൽ ടു ഇവിടെ വരുന്നത് f(x) പ്ലസ് ഡെൽറ്റ എക്സ് എന്നാണ്. അവിടെ f(x) എന്താണ്, √x ആയതുകൊണ്ടാണ് √of എന്ന് വന്നത്. സോ √x പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് f(x) ആണ്. അത് y തന്നെയാണെന്ത്, f(x)ൻ്റെ വാല്യൂ √x എന്ന് വരും. സോ ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ഇക്വേഷനകത്ത് നമ്മൾ വാല്യൂ കൊടുക്കുന്നു. അപ്പോൾ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ വൈയുടെ വാല്യൂ തൊട്ട് മുമ്പ് കിട്ടി 0.03 ആണ്. എക്സിൻ്റെ വാല്യൂ 25 ആണ്. ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 0.03 ആണ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 25.3 എന്ന് വരും. മൈനസ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 25. നമുക്കിവിടെ വേണ്ടത് ഈ ഒരു ടേമിൻ്റെ വാല്യൂ √25.3ൻ്റെ വാല്യൂ വേണം. സോ എന്ത് ചെയ്യുക, അതിവിടെ വെച്ചിട്ട് ബാക്കി ടേം ഒരു സൈഡ് ആക്കുക. അപ്പോൾ ഈ ഒരു -25 √25 അപ്പുറം കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്ലസ് എന്നാവും. സോ ഈക്വൽ ടു √25.3 ഈക്വൽ ടു 0.03 പ്ലസ് 5 എന്ന് വരും. √25 5 അതാണ് ഈ 5 വന്നത്. ഇനി ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5.030 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂ. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക ആറാമത്തെ ചോദ്യമാണ്. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ,
15^1/4 അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ആദ്യമേ y എന്ന് പറയുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ f(x)നെ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ y എന്ന് വെച്ചാൽ ഇവിടെ 15^1/4 ആയതുകൊണ്ട് x^1/4 എന്ന ഫോമിലാണ് നമ്മൾ y സെലക്ട് ചെയ്യുക. സോ ആദ്യമേ വൈയുടെ വാല്യൂ x^1/4 എന്ന് എഴുതി. അടുത്തായിട്ട് വേണ്ടത് എക്സിൻ്റെയും അതുപോലെ ഡെൽറ്റ എക്സിൻ്റെയും വാല്യൂസാണ്. അപ്പോൾ 15ന് തൊട്ടടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ 15ന് തൊട്ട് അടുത്ത് വരുന്ന നമ്പർ 16 ഉണ്ട്. അപ്പോൾ 16 എന്ന് പറയുന്നത് 4ൻ്റെ സ്ക്വയർ ആണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ നമ്മൾ 16 എന്ന് സെലക്ട് ചെയ്തു. അടുത്തായിട്ട് വേണ്ടത് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ആണ്. പക്ഷേ ഈ 16നെ 15 ആകണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ 16ൽ നിന്നും 1 മൈനസ് ചെയ്താലേ എന്താവുള്ളൂ, നമ്മുടെ ക്വസ്റ്റ്യനായിട്ടുള്ള 15 കിട്ടുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ നമ്മൾ -1 എന്നാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടണം, നമുക്ക് ഈ ക്വസ്റ്റ്യനായിട്ടുള്ള 15 കിട്ടണം. സോ എന്ത് ചെയ്യുക, എക്സിൻ്റെ വാല്യൂ 16 സെലക്ട് ചെയ്തു. ഇനി 16 എന്ത് ചെയ്യണം, 15 ആകണമെങ്കിൽ 1 മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ -1 എന്ന് എടുത്തു. കഴിഞ്ഞ ദിവസം എന്തായിരുന്നു നമ്മളെടുത്തത്, 0.3 അവിടെ ആഡ് ചെയ്യുക. കാരണം അത് ആഡ് ചെയ്താലേ നമുക്ക് ക്വസ്റ്റ്യൻ ആവുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 17 ആവത്തേ ഉള്ളൂ. പക്ഷേ 15 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളൊന്ന് മൈനസ് ചെയ്യാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ എക്സിൻ്റെയും ഡെൽറ്റ എക്സിൻ്റെയും വാല്യൂ സെലക്ട് ചെയ്തു. അടുത്തായിട്ട് വേണ്ടത് dy/dx ആണ്. ഇവിടെ y = x^1/4 ആണ്. അതിനെ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. വൈയുടെ ഡെറിവേറ്റീവ് dy/dx ആണ്. x^1/4ൻ്റെ ഡെറിവേറ്റീവ്, അപ്പോൾ അത് x⁻n ഫോമിലാണ്. ഡെറിവേറ്റീവ് nx⁻n-1 ആണ്. അപ്പോൾ n-ൻ്റെ വാല്യൂ 1/4 ആയതുകൊണ്ട് 1/4 ഇൻറ്റു x⁻n-1 എന്നാണ് വരിക. ഓക്കെ, അപ്പോൾ എന്തെന്ന് വരും, 1/4 - 1 എന്ന് വരും. പവറിൽ 1/4 - 1 എന്ന് വരും. അപ്പോൾ 1/4 ഇൻറ്റു x⁻, ഇതൊന്ന് ക്രോസ് ചെയ്യുകയാണെങ്കിൽ മേളിൽ 1 × 1 1, 1 - 4 മേളിൽ -3 എന്ന് വരും. താഴെ 4 × 1 4 എന്നും കിട്ടും പവർ. അപ്പോൾ പവർ വരിക -3/4 എന്നാണ്. സോ എന്ത് കിട്ടി, ഇവിടെ നമുക്ക് ഡെറിവേറ്റീവ് 1/4 ഇൻറ്റു x⁻³ എന്നാണ് കിട്ടുക. ഓക്കെ, അതുപോലെ ഡെൽറ്റ വൈയുടെ വാല്യൂ ആണ് നമുക്ക് അടുത്തായിട്ട് വേണ്ടത്. സോ ഡെൽറ്റ വൈയുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, dy/dx ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. സോ ഇവിടെ വാല്യൂ എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ വൈ dy/dxന് പകരം കിട്ടിയ വാല്യൂ 1/4 ഇൻറ്റു x⁻³ ആണ്. അത് ഇൻറ്റു ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ -1 ആണ്. അപ്പോൾ നമ്മൾ ഗുണിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഇതൊരു നെഗറ്റീവ് സൈൻ കൊടുത്താൽ മതി. അപ്പോൾ -1/4 ഇൻറ്റു 16 എന്ന് വെച്ചാൽ ഇവിടെ എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, x⁻1 നമുക്ക് 1/x എന്ന് എഴുതാൻ പറ്റും. മേളിലാണ് എക്സിന് നെഗറ്റീവ് ഉള്ളതെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എക്സിൻ്റെ പവറിൽ നെഗറ്റീവ് ഒഴിവാക്കാം. അതിനുവേണ്ടി ഇത് മാറ്റിയിട്ട് താഴെ വന്നു കഴിഞ്ഞാൽ എന്താവും, 1/4 ഇൻറ്റു 1/x⁻³ എന്ന് എഴുതാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യുക, താഴെ കൊണ്ടുവന്നതിന് ശേഷം എക്സിന് 16 എന്ന് വാല്യൂ കൊടുത്തു. സോ ഇത് -1/4 ഇൻറ്റു 16^3/4 എന്ന് കിട്ടി. അതാണ് നമ്മുടെ ഡെൽറ്റ വൈയുടെ വാല്യൂ. ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു 16 നമുക്ക് 2ൻ്റെ ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. 2^4 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ആ 16 നമുക്ക് 2^4 എന്ന് എഴുതാൻ പറ്റും. (⁻) എന്താ ഉള്ളത്, 3/4 ആണ്. അപ്പോൾ ഈ ഒരു 4ഉം കട്ടായാൽ ബാക്കി വരിക 2^3 ആണ്. ഇവിടെ എന്തുണ്ട്, 2^3 8 ആണ്. അപ്പോൾ 8 × 4 32 എന്ന് വരും. സോ അതാണ് ലാസ്റ്റ് -1/32. അതിൻ്റെ വാല്യൂ എന്താണ്, -0.03125 ആണ്. അത് കാൽക്കുലേറ്ററിൽ നോക്കുക. സോ എന്ത് ചെയ്യുക, അടുത്ത ഇക്വേഷൻ എടുക്കുക. അടുത്ത ഇക്വേഷൻ ഡെൽറ്റ വൈ = x + ഡെൽറ്റ എക്സ് (1/4) ആണ്. നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഇവിടെ വരിക f(x + ഡെൽറ്റ എക്സ് - f(x) എന്നാണ്. അതായത് എന്ത് ചെയ്യുക, നമ്മുടെ f(x)ൻ്റെ വാല്യൂ അല്ലെങ്കിൽ വൈയുടെ വാല്യൂ x⁻1/4 ആയതുകൊണ്ട് ഇവിടെ എന്തെന്ന് വരും, x + ഡെൽറ്റ എക്സ് (1/4) എന്ന് വരും. അതുപോലെ f(x)ൻ്റെ വാല്യൂ x⁻1/4 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, അതിൽ ഓരോ ടേമിനും പകരം വാല്യൂ എടുക്കുകയാണെങ്കിൽ ഡെൽറ്റ വൈയുടെ വാല്യൂ ഉണ്ട്, അത് -0.03125 ആണ്. ഈക്വൽ ടു x + ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ 15 ആണ്, (1/4) ഉണ്ട്, മൈനസ് ബാക്കിയുള്ളത് x⁻1/4 ആണ്. എക്സിൻ്റെ വാല്യൂ 16. അതുപോലെ നമുക്ക് വേണ്ടത് ഈ 15^1/4 എന്ന് പറയുന്ന ടേമിൻ്റെ വാല്യൂ ആണ്. സോ എന്ത് ചെയ്യുക, ഇത് മാത്രം ഇവിടെ വെച്ചിട്ട് ഈ ഒരു -16^1/4 ലെഫ്റ്റിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്യാം.
ഇവിടെ ബാക്കി വരിക 15⁻1/4 ഈക്വൽ ടു -0.03125 പ്ലസ് ഈ 16⁻1/4 വീണ്ടും മാറ്റാൻ പറ്റും. അതായത് 16 എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ 2⁴ എന്ന് എഴുതുക. 2⁴ ദ ഹോൾ റേസ് ടു 1/4 എന്ന് വരിക. ഈ 4ഉം കട്ടായാലും അത് 2 എന്നാവും. 2⁻1 2 തന്നെയാണ്. സോ എന്തായി, ഈ ടേമിൻ്റെ വാല്യൂ 2 എന്ന് കൊടുത്തു. ഇതൊന്ന് ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1.96875 ആണ്. നിയർലി ഈക്വൽ ടു 1.969 എന്ന് എഴുതാൻ പറ്റും. അതായത് ഈ 8 കഴിഞ്ഞ് നമുക്ക് 3 പോയിൻ്റ് മതി. പോയിൻ്റ് കഴിഞ്ഞുള്ള 3 സ്ഥാനം വരെ മതി. തൊട്ടടുത്ത നമ്പർ നോക്കുക, 7 ആണ്. അത് 5നേക്കാൾ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ തൊട്ട് മുമ്പുള്ള പ്ലേസ് മാറ്റിയിട്ട് തൊട്ടടുത്ത നമ്പർ കൊടുക്കാൻ പറ്റും. 8 മാറ്റി നമുക്ക് 9 എന്ന് എഴുതാൻ പറ്റും. അതേസമയം 5നേക്കാൾ താഴെയാണെങ്കിൽ ഇതേ നമ്പർ തന്നെ ആയിരിക്കും. സോ എന്ത് ചെയ്യാം, 1.969 എന്ന് എഴുതി. ഇതാണ് നമ്മുടെ അപ്രോക്സിമേറ്റ് വാല്യൂ. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. ഈ ഒരു ചാപ്റ്റർ നമ്മൾ അവസാനിച്ചു. അടുത്ത ചാപ്റ്റർ 7ാമത്തെ ചാപ്റ്റർ ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ആ ചാപ്റ്റർ കാണാം.